ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ഞാനൊരു പുതിയ കഥയാണ് പറയാൻ പോകുന്നത്. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ. ഇത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കഥയാണ്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. എൻ്റെ പേര് സമീർ. ഞാൻ തമിഴ്നാട് സേലം എന്ന് പറയുന്ന ഒരു നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ചെരുപ്പ് കടയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ അമ്മാവൻ്റെ കടയാണത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഉഴപ്പി നടക്കുന്നത് കണ്ട് ഉപ്പയും ഉമ്മയും എന്നെ അമ്മാവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. വീട്ടിൽ ഉപ്പ, ഉമ്മ, ഒരനിയത്തി, ഒരനിയനാണുള്ളത്. അനിയത്തി +2 പഠിക്കുന്നു. അനിയൻ 6ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഉപ്പാക്ക് ഗൾഫിലാണ് ജോലി. ഇടയ്ക്ക് നാട്ടിലേക്ക് വരും. എപ്പോൾ ഉപ്പ വന്നാലും തിരിച്ചു വിടാൻ ഉമ്മക്ക് ഭയങ്കര മടിയാണ്. കാരണം ഞാൻ പറയണ്ടല്ലോ, അവർക്കും ഇല്ലേ അവരുടേതായ ആഗ്രഹങ്ങൾ. എൻ്റെ കാഴ്ചപ്പാട് ഉപ്പയേക്കാളും ഉമ്മയ്ക്കാണ് കുറച്ചധികം ആഗ്രഹങ്ങൾ. അത് എന്താണെന്നല്ലേ, അത് ഞാൻ പതിയെ പറയാം. ആദ്യം എൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. ഡാ, നിൻ്റെ മുടിയും താടിയും ഒന്ന് വെട്ടിക്കളഞ്ഞ്, മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. അമ്മാവൻ അന്ന് രാവിലെ എന്നോട് പറഞ്ഞു. ഇതൊക്കെയാണിപ്പോൾ മോഡല്. നിങ്ങളെപ്പോലെ ഇങ്ങനെ മൊട്ടടിച്ച് നടക്കാൻ പറ്റുമോ? അയ്യോ, ഞാൻ മറന്നു. ഇത് മൊട്ടടിച്ചതല്ലല്ലോ, തലയിൽ മുടിയില്ലാത്തതല്ലേ? ഞാൻ അമ്മാവനോട് ചോദിച്ചു. ഒന്ന് പോട ചക്ക, നിൻ്റെ പ്രായത്തിലൊക്കെ നിൻ്റെ തലയിലുള്ളതിനേക്കാൾ 3 ഇരട്ടി മുടി എൻ്റെ തലയിലുണ്ടായിരുന്നു. ഓ, എന്നിട്ടാണോ എന്നോട് ഇപ്പോൾ വെട്ടാൻ പറയുന്നത്? ഞാൻ വെട്ടില്ല, ഞാൻ അമ്മാവനോട് പറഞ്ഞു. എടാ ചെക്ക, കടയിൽ നിൽക്കുമ്പോൾ കുറച്ച് മേനയുണ്ടായിട്ടെന്ന് വിചാരിച്ചോണ്ടാ. ഉള്ള മേനയൊക്കെ മതി അമ്മവ. ഇങ്ങനെ കാണാൻ പറ്റുന്നവർ കണ്ടാൽ മതി എൻ്റെ തല. എടാ അതല്ല, ഇന്നലെ സൽമു വീഡിയോ കോൾ ചെയ്തപ്പോൾ നിന്നെ കണ്ടു. അവൾ പറയാ നിന്നോട് ആ കാടെല്ലാം ഒന്ന് വെട്ടിത്തെളിച്ച് നിൽക്കാൻ. അയ്യോ, അമ്മായി എന്നെ കണ്ടോ? ആ, നല്ല പോലെ കണ്ടു. സൽമു, സൽമത്ത് എന്നാണ് പേര്. ഞങ്ങൾ സൽമു എന്ന് വിളിക്കും. എൻ്റെ സുന്ദരി അമ്മായി. ആളൊരു പാവാണ്, പക്ഷെ കാണാൻ ഒടുക്കത്തെ ലുക്കാണ്. നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾ നല്ല കമ്പനിയാണ്. പക്ഷേ ഇതുവരെ ഒറ്റയ്ക്കൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോൾ നോക്കിയാലും ആരെങ്കിലും ഉണ്ടാവും കൂടെ. എടാ, പോയി വെട്ടടാ മുടി. ഇന്ന് നീ മുടി വെട്ടാതെ കടയിലേക്ക് വരണ്ട, അമ്മാവൻ എന്നോട് പറഞ്ഞു. ഓഫ്, എൻ്റെ അമ്മാവാ, എനിക്കിവിടെയുള്ള അണ്ണാച്ചികൾ വെട്ടുന്നത് ഇഷ്ടമല്ല. അവർക്ക് വെട്ടാൻ അറിയില്ല. ഓ, അപ്പോൾ അതാണോ നിൻ്റെ പ്രശ്നം? ടൗണിലെ ആ ചിക്കൻ കടയിലെ അതിൻ്റെ ബാക്കിൽ ഒരു ബംഗാളി ഉണ്ട്. അവൻ അടിപൊളിയായിട്ട് വെട്ടും. നീ അങ്ങോട്ടേക്ക് പോക്കോ. അയ്യോ, ബംഗാളിയോ? ഞാനൊന്നുമില്ല. ഒന്നാമതേ ഞാൻ പറയുന്നത് അവനും അവൻ പറയുന്നത് എനിക്കും മനസ്സിലായില്ല. എടാ, അവന് മലയാളം അറിയാം. അവൻ കുറേ വർഷമായി ഇവിടെയുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോകാൻ തീരുമാനിച്ചു. ഒരു 10 മണിയോടെ ഞാൻ ആ ബാർബർ ഷോപ്പിലേക്ക് കയറി ചെന്നു. അധികം തടിയൊന്നുമില്ലാത്ത ഒരു ബംഗാളി, കാണാനും വലിയ കുഴപ്പമില്ല. എന്നെ കണ്ട ബംഗാളി എന്നോട് ചോദിച്ചു, വെട്ടാനാണോ എന്ന്. ഞാൻ മനസ്സിൽ വിചാരിച്ചു, വെട്ടാനല്ലാതെ പിന്നെ കറക്കാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന്. പിന്നെ കത്തി വെച്ചിട്ടുള്ള കളിയായതുകൊണ്ട് തന്നെ ഞാനത് മനസ്സിൽ തന്നെ വെച്ചു. പിന്നെ ഒന്നും മിണ്ടിയില്ല. കാരണം അവൻ്റെ മുന്നിൽ കഴുത്ത് നീട്ടേണ്ടതാണ്. അവനൊരു വര വരച്ചാൽ തീർന്നു. ഞാൻ നോക്കിയപ്പോൾ ആരുമില്ല വെയിറ്റിങ്ങിൽ. ഒരുത്തിൻ്റെ തല വെച്ച് അവൻ താജ്മഹൽ പണിയുകയാണ്. എന്തായാലും ഇപ്പോൾ തന്നെ വെട്ടിയേക്കാം, ഇല്ലെങ്കിൽ ഇനി അമ്മാവൻ്റെ കയ്യിൽ നിന്നും കേൾക്കും. അങ്ങനെ ഞാൻ അവിടെ കയറിയിരുന്നു. കൊള്ളാം, അത്യാവശ്യം വൃത്തിയൊക്കെയുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ സമയമായി. ഞാൻ വെട്ടാൻ കയറിയിരുന്നു. ബംഗാളി എന്നോട് ചോദിച്ചു എങ്ങനെയാ വെട്ടേണ്ടതെന്ന്. ഞാൻ ഒരു വിധത്തിൽ അവന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി. നല്ലൊരു ഹിന്ദി പാട്ടും വെച്ച് അവൻ വെട്ടാൻ തുടങ്ങി. എനിക്കും ആ പാട്ട് ഇഷ്ടപ്പെട്ടു. ഞാനും ആ പാട്ടിനനുസരിച്ച് കണ്ണടച്ചിരുന്നു. പെട്ടെന്ന് ഒരു പെണ്ണിൻ്റെ സൗണ്ട് കേട്ടതായിട്ട് എനിക്ക് തോന്നി. ഞാൻ പതിയെ കണ്ണു തുറന്ന് കണ്ണാടിയിലൂടെ നോക്കി. ഒരു സുന്ദരിയായ പെണ്ണ് എൻ്റെ പിറകിൽ നിൽക്കുന്നു. പാതി തുറന്ന കണ്ണ് ഞാൻ മുഴുവനായും തുറന്നു.
എല്ലാം വിരിഞ്ഞ് അതിർ കടന്ന് ചാടിയിട്ടുണ്ട്. ആരായാലും വെറുതെ വിടില്ല. അമ്മാതിരി ഒരു കിളി. അവളെന്തോ കാര്യമായി ആ ബംഗാളിയോട് സംസാരിക്കുന്നുണ്ട്. ബംഗാളി തിരിച്ചും അങ്ങോട്ടും മറുപടി കൊടുക്കുന്നുണ്ട്. പക്ക ഹിന്ദി ആയതുകൊണ്ട് എനിക്ക് ഒരു ചുക്കും മനസ്സിലായില്ല. ഈ ഗ്യാപ്പിൽ ഞാൻ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. പക്ഷേ പുറകിലുള്ള അവളെ എനിക്ക് കാണാൻ പറ്റിയില്ല. എൻ്റെ ആ ശ്രമം അവൾ കണ്ടു. പക്ഷേ ബംഗാളി കണ്ടില്ല. ഞാൻ വേഗം തിരിഞ്ഞിരുന്നു. കാരണം അറിയാലോ, കത്തിവെച്ചിട്ടുള്ള കളിയാണേ. ഞാൻ വെറുതെ വിടുമോ? കണ്ണാടിയെങ്കിൽ കണ്ണാടി. ഞാൻ കണ്ണാടിയിലൂടെ വീണ്ടും നോക്കി. എൻ്റെ നോട്ടം അവൾക്ക് മനസ്സിലായി. അവനുമായുള്ള സംസാരത്തിനിടയിലെല്ലാം അവൾ അവളുടെ ഒരു കണ്ണ് എന്നിൽ പതിപ്പിച്ചു. എന്തോ ഫോണിൽ നോക്കി സംസാരിക്കുന്ന ബംഗാളി ഇതൊന്നും കണ്ടില്ല. കുറച്ച് കഴിഞ്ഞ് ബംഗാളി ഫോൺ എടുത്ത് വെച്ച് അവളോട് പോകാൻ പറഞ്ഞു. അവൾ ചെറിയൊരു നോട്ടം എനിക്ക് സമ്മാനിച്ച് അവിടെ നിന്ന് പോയി. അവൾ പോയ ഉടനെ ബംഗാളി എന്നെ നോക്കി പറഞ്ഞു, സോറി ഹമാര ബീബി ഹേ. ഞാനൊന്നും പറഞ്ഞില്ല. ചുമ്മാ ചിരിച്ച് തലയാട്ടി വിട്ടു. പിന്നെ എൻ്റെ പ്രാർത്ഥനയെല്ലാം അവളൊന്നുകൂടി വരണേ എന്നായിരുന്നു. പക്ഷെ പിന്നെ അവൾ വന്നില്ല. അങ്ങനെ ഞാൻ മുടിയെല്ലാം വെട്ടി പുറത്തേക്കിറങ്ങി. ചുറ്റിലും നോക്കി എവിടെ നിന്നാണ് അവൾ വന്നതെന്ന്. പക്ഷേ ഒരു ഐഡിയയും ഉണ്ടായില്ല. അപ്പോഴാണ് ഞാൻ മേലേക്ക് നോക്കിയത്. ഈ ഷോപ്പിൻ്റെ മുകളിൽ റൂമുകളുള്ളതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ഉള്ളിലോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ചു നേരം അവിടെ നിന്ന് ഒന്ന് കറങ്ങി നോക്കി. പക്ഷേ കാര്യമുണ്ടായില്ല. അവൾ പിന്നെ ആ വഴിക്കേ വന്നില്ല. ഞാൻ പതിയെ എൻ്റെ റൂമിലേക്ക് പോന്നു. എന്തായാലും ഇനി ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് കയറാം എന്ന ഉദ്ദേശത്തോടെ ഞാൻ നേരെ പോയി കിടന്നു. എല്ലാവരും ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് റൂമിൽ ആരുമില്ലായിരുന്നു. മനസ്സിനെ പിടിച്ച് കുലുക്കിയ കാഴ്ചകൾ വീണ്ടും എൻ്റെ പല ഭാഗത്തേക്കും ഊഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു കിടിലൻ ചരക്ക്. എന്തായാലും ആ ചരക്ക് ലോറിയിൽ ഇനിയും കുറേ സാധനങ്ങൾ കയറ്റാൻ സ്ഥലമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മുടിയിൽ തൊട്ട് നോക്കി ഞാൻ പറഞ്ഞു, ഒന്ന് വേഗം വളരണേ. വളരാൻ വേണ്ട എല്ലാ വളവും ഞാൻ ഇട്ടു തരാം. ഒന്ന് പെട്ടെന്ന് വലുതാകണേ എന്ന്. കണ്ട കാഴ്ചകൾ അടക്കി വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊന്ന് വിട്ടു. പക്ഷെ ഒന്നിലൊന്നും തീരുന്നതല്ലായിരുന്നു ഞാൻ കണ്ട കാഴ്ച. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കട, റൂം, റൂം, കട, അതുമാത്രമായി എൻ്റെ ജീവിതം. മുടിയാണെങ്കിൽ വലുതാവുന്നുമില്ല. മുടിയല്ലാതെ അങ്ങോട്ട് പോകാൻ വേറൊരു കാരണവുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കടയിൽ നിന്നും ഞാൻ അമ്മാവൻ കേൾക്കുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു, ഷോ മുടിയാകെ വളർന്നു, ചീകിയിട്ട് ഒരു മെനയും കിട്ടുന്നില്ല, കത്തിച്ച് കളയാൻ തോന്നും എല്ലാം കൂടി. ഇത് കേട്ട അമ്മാവൻ പറഞ്ഞു, അതിന് നിന്റെ തലയിൽ അതിന് മാത്രം മുടിയൊന്നുമില്ലല്ലോ. അല്ല, എനിക്കെന്തോ കുറേ ഉള്ള പോലെ തോന്നുന്നു. കൊള്ളാം, സാധാരണ കാട് പിടിച്ചാലും വെട്ടില്ല. ഇപ്പോൾ എന്തു പറ്റി മോന്? അമ്മാവൻ കളിയാക്കിക്കൊണ്ട് എന്നോട് ചോദിച്ചു. അത് പിന്നെ എന്ത് പറയണമെന്നറിയാതെ ഞാൻ കുടുങ്ങി. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തെളിഞ്ഞു. അത് എൻ്റെ തലയിൽ താരനുണ്ട്. രാത്രിയായാൽ തല ചൊറിച്ചിലാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, എന്നാ നീ ഒരു കാര്യം ചെയ്, പോയി മുട്ടയടിക്ക്, അപ്പോൾ നിൻ്റെ ചൊറിച്ചിലൊക്കെ മാറും. ഏയ്, മുട്ടയൊന്നും ഞാൻ അടിക്കില്ല, ഒന്ന് ചെറുതാക്കണം. നാളെ പോയി വെട്ടിയാലോ എന്ന് ആലോചിക്കുക. നാളെയോ? നാളെ പോകാൻ പറ്റില്ല, അമ്മാവൻ പറഞ്ഞു. അതെന്താ? ഞാൻ ചോദിച്ചു. നാളെ അൻവർ ലീവാണ്, നീയും കൂടി പോയാൽ ശരിയാവില്ല. കടയിൽ തിരക്കായിരിക്കും, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല. അതൊന്നും പറ്റില്ല, എനിക്ക് നാളെ തന്നെ വെട്ടണം. ഭയങ്കര ചൊറിച്ചിലാണ്. എന്ത് ചൊറിയലാ? എവിടെയാ ചൊറിയുന്നതെന്ന് എനിക്കറിയാൻ കൂടി പാടില്ല. ഞാൻ അമ്മാവനോട് പറഞ്ഞു. ശരി എന്നാ, നീ നാളെ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ പൊക്കോ, അതാവുമ്പോൾ കസ്റ്റമേഴ്സ് കുറവായിരിക്കും, അമ്മാവൻ പറഞ്ഞു. ഉച്ചയെങ്കിൽ ഉച്ച, ഞാൻ സമ്മതിച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് കാണണം, പിന്നെ ഒന്ന് പരിചയപ്പെടണം, പിന്നെ പറ്റിയാൽ കയറിയൊന്ന് മുട്ടണം. ഈ ഒരു ചെറിയ ആഗ്രഹം വെച്ച് ഞാൻ അന്ന് ഉച്ചയ്ക്ക് അങ്ങോട്ടേക്ക് പോയി. ഞാൻ കടയിൽ ചെന്ന് നോക്കുമ്പോൾ ബംഗാളി ഫുഡ് കഴിക്കുന്നു.
2 ചെയറുകൾ ഒരുമിച്ചിട്ട് അതിലിരുന്നാണ് അവൻ ഫുഡ് കഴിക്കുന്നത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല ആ കടയിൽ. എന്നെ കണ്ട ഉടനെ അവൻ എന്നെ കടയിലേക്ക് വിളിച്ചു. വാ, കയറി വാ, ഫുഡ് കഴിക്കാം. ഏയ് വേണ്ട, നീ കഴിച്ചോ, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്, ഞാൻ പറഞ്ഞു. ഏയ് അത് സാരില്ല, കുറച്ച് കഴിക്ക്, അവൻ എന്നെ നിർബന്ധിച്ചു. ഏയ് വേണ്ട, ഞാനവിടെ ഇരുന്നോളാം, നീ കഴിക്കെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഒരു 5 മിനിറ്റ്, ഞാനിപ്പോൾ കഴിച്ചു കഴിയുമെന്ന്. ആ ഓക്കെ, പതിയെ കഴിച്ചാൽ മതി, ഞാനിവിടെ ഇരുന്നോളാം എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പതിയെ കടയുടെ പുറത്തിറങ്ങി. എങ്ങാനും അവളെ കണ്ടാലോ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ അവിടെയൊന്നും അവളെ കണ്ടില്ല. അവളെ എന്നല്ല, അവിടെയൊന്നും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കണ്ടില്ല. ഉച്ചയായതുകൊണ്ടായിരിക്കും ആരെയും പുറത്ത് കാണാത്തത് എന്ന് എനിക്ക് മനസ്സിലായി. മുഷിഞ്ഞു നിന്ന എൻ്റെ പിറകിൽ നിന്നും ഒരു കൊലുസിൻ്റെ സൗണ്ട് ഞാൻ പെട്ടെന്ന് കേട്ടു. ഞാൻ വേഗം തിരിഞ്ഞു നോക്കി. അവൾതാ വരുന്നു, കയ്യിൽ ഒരു കുപ്പിയിൽ വെള്ളവുമായി. ഞാൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. എന്നെ കണ്ട അവൾ എന്നെ മനസ്സിലായ രീതിയിലുള്ള ഒരു ഭാവവും അവളുടെ മുഖത്ത് തെളിഞ്ഞു. ആ ഭാവത്തോടെ ചെറുചിരിയിൽ അവൾ ആ വെള്ളം കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി. ഫുഡ് കഴിക്കാനിരുന്ന അവന് വെള്ളവുമായി വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കടയുടെ പുറത്തുനിന്ന് അകത്തേക്ക് നോക്കി നിന്നു. അവൾ അവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായി. പക്ഷെ എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയത് ആ നിമിഷമായിരുന്നു. ആ സംസാരത്തിനിടയിലും അവളെന്നെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ എങ്ങോട്ടേക്ക് വരുന്നില്ല. അവളിവനെ കഴിപ്പിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ. എനിക്ക് ദേഷ്യം വന്നാൽ അവൻ കഴിച്ചു തീർന്നുമ്പേ വല്ലതും സംസാരിക്കായിരുന്നു. എൻ്റെ മുഖത്തെ ആ ദേഷ്യഭാവം കണ്ടിട്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് അവൾ ഒരു പാത്രവുമായി പുറത്തേക്ക് വന്നു. അവൾ വരുന്നത് കണ്ട് ഞാൻ കടയുടെ മുന്നിൽ നിന്നും മാറി കടയുടെ സൈഡിലേക്ക് വന്നു. അതായത് അവൾ റൂമിലേക്ക് പോകുന്ന വഴിയിൽ. കടയിൽ നിന്നും അവൻ നോക്കിയാൽ കാണാൻ പോലും പറ്റില്ലത്. എൻ്റെ ആ നീക്കം അവൾ നോക്കുന്നുണ്ടായിരുന്നു. അവൾ വരുന്നത് കണ്ട് ഞാൻ അവളെ നോക്കിയെന്ന് ചിരിച്ചു. അവൾ അതേ ചിരി എനിക്കും നൽകി. അടുത്തെത്തിയ അവളെ കണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ പകച്ചു നിന്നു. പറ്റില്ല, എന്നെക്കൊണ്ടൊന്നിനും പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. പോണെങ്കിൽ പോക്കോട്ടെ എന്ന മനസ്സോടെ തല താഴ്ത്തി ഞാൻ നിന്നു. പക്ഷേ അവൾ എന്നെ നെട്ടിച്ചു കളഞ്ഞു. എൻ്റെ അടുത്തെത്തി അവൾ അവിടെ നിന്നു. ഞാൻ ആകെ അത്ഭുതപ്പെട്ടുപോയി. എന്തോ എന്നോട് ഹിന്ദിയിൽ അവൾ ചോദിച്ചു. ആ വെപ്രാളത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല. വീണ്ടും അവൾ ചോദിച്ചു. അപ്പോഴാണ് എനിക്കത് എന്താണെന്ന് മനസ്സിലായത്. ഫസ്റ്റ് ഹിന്ദിയിൽ ഫുഡ് കഴിച്ചെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് രണ്ടാമത് അവൾ തമിഴിലും ചോദിച്ചു. ആ കഴിച്ചു, നീ കഴിച്ചോ, ഞാൻ അവളോട് ചോദിച്ചു. അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു കഴിച്ചു എന്ന്. ഇനി എന്ത് ചോദിക്കുമെന്നറിയാതെ ഞാനൊന്ന് പകച്ചു. പക്ഷേ അവളുടെ ഭാഗത്തു നിന്ന് അങ്ങനൊരു പകപ്പുണ്ടായില്ല. അവൾ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യുന്നു എന്ന്. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒരു ഫുഡ്വെയർ ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണെന്ന്. എന്ന് ഒരു മറുപടി പറഞ്ഞ് അവൾ അവിടെ തന്നെ നിന്നു. അവളിൻ്റെ അടുത്തൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. എനിക്കത് കൂടുതൽ ഊർജം നൽകി. ഇനി ഞാൻ മിണ്ടിയില്ലെങ്കിൽ ഈ അവസരം കൈവിട്ടു പോകുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ വല വീശാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു ഒറ്റയ്ക്കാണോ താമസിക്കുന്നതെന്ന്. അല്ല, ഹസ്ബൻഡുമുണ്ടെന്ന് അവൾ പറഞ്ഞു. അല്ല, ഇപ്പോൾ ഹസ്ബൻഡ് കടയിലല്ലേ ഉള്ളത്, ഈ സമയം വീട്ടിൽ ആരാ ഉള്ളത്, ഞാൻ ചോദിച്ചു. അവൾ തല താഴ്ത്തി ചിരിച്ചുകൊണ്ട് എന്തോ ഹിന്ദിയിൽ പറഞ്ഞു. എനിക്കതൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു എന്താ എന്ന്. അവൾ വീണ്ടും തമിഴിൽ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായില്ല. അവൾ കുറേ ശ്രമിക്കുന്നുണ്ടായി തമിഴിൽ എന്നോട് സംസാരിക്കാൻ. അവസാനം അവൾക്ക് മനസ്സിലായി ഇതിങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലെന്ന്. പിന്നെ അവൾ അവളെ തന്നെ തൊട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു കുട്ടികളൊന്നും ആയില്ലേ എന്ന്. ഇത് കേട്ട അവൾ ഒരു പുച്ഛഭാവത്തിൽ പറഞ്ഞു അതിന് വേണ്ടത് വല്ലതും ചെയ്യണം, അല്ലാണ്ട് തന്നെത്താനെ ഉണ്ടാവുന്ന ടെക്നിക്കൊന്നും എനിക്കറിയില്ല എന്ന്.
അവൾ പറയുന്നത് കേട്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റിയില്ല. അതിന് കാരണം ഒന്നാമത് അവളുടെ തമിഴുള്ള സംസാരം തന്നെയായിരുന്നു. പെട്ടെന്ന് ഒരപ്പൂപ്പൻ അതുവഴി വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് അവൾ ഓടി സ്റ്റെപ്പിലേക്ക് കയറി. പിറകിൽ നിന്നും ആ ഓട്ടം കണ്ട് ഞാനാകെ നെട്ടി നിൽക്കുകയാണ്. ഹോ, ഇതിനേക്കാണോ ഈ ബംഗാളി കൊന്തൻ മനസ്സിലാക്കാത്തത്? വരിക്കച്ചക്കെ വലുത മൂപ്പ്, ഞാൻ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് ആ അപ്പൂപ്പൻ അതുവഴി കടന്നുപോയി. ഞാൻ അവളെ നോക്കിയിട്ട് പിന്നെ കണ്ടില്ല. ഇവൾ ഇനി പേടിച്ച് വീട്ടിൽ പോയോ? ഞാൻ പതിയെ ആ സ്റ്റെപ്പിലേക്ക് പോയി നോക്കി. ആ കാഴ്ച കണ്ട് ഞാൻ നെട്ടി. അവൾ ആ സ്റ്റെപ്പിൽ എന്നെയും കാത്ത് മറിഞ്ഞു നിൽക്കുന്നു. ഇത് കണ്ടതും എനിക്ക് മനസ്സിലായി ആള് വീണെന്ന്. എന്തിനോ വേണ്ടി അവളുടെ ഉള്ളിൽ കെഞ്ചുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പതിയെ ആ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ചു. പെട്ടെന്ന് ആരോ പുറത്തുനിന്ന് വരുന്നതായി എനിക്ക് തോന്നി. ഞാൻ വേഗം പിറകിലേക്ക് വലിഞ്ഞു. നോക്കുമ്പോൾ അവൻ പാത്രങ്ങളുമായി നടന്നു വരുന്നു. ഇതറിഞ്ഞ് അവൾ സ്റ്റെപ്പിൽ നിന്നും ഓടി മേളിലേക്ക് കയറി. ഞാൻ പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് സംസാരിക്കുന്ന പോലെ അഭിനയിച്ചു. എൻ്റെ അടുത്തേക്ക് വന്ന അവൻ എന്നെ നോക്കി പറഞ്ഞു, ചേട്ടാ ഒരു 2 മിനിറ്റ്, ഞാനിതൊന്ന് കൊടുത്തിട്ട് വരാമെന്ന്. ഞാൻ ഓക്കെ എന്നും പറഞ്ഞു. അവൻ നേരെ അവളുടെ റൂമിലേക്ക് പോയി. ഛേ, ഒന്ന് മിണ്ടാൻ വന്നതാ, അപ്പോഴേക്കും ആ കോന്തം കയറി വന്നു. എനിക്കാകെ ദേഷ്യം കയറി. ദാ വരുന്നു അമ്മാവൻ്റെ കോള്. ഓ, ഇയാളിനി എന്തിനാണാവോ വിളിക്കുന്നത്? ഞാൻ പ്രാഗിക്കൊണ്ട് കോളെടുത്തു. ഡാ, നീ ഇതെവിടെ പോയി കിടക്ക? കടയിൽ ആളുകൾ വരാൻ തുടങ്ങി, വേഗം വാടാ. ഓഫ്, ഞാൻ വരണോ? ഞാനതിന് മുടി വെട്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞു. വെട്ടിയില്ലേ? എന്നാ ഇങ്ങ് പോര്, നിനക്ക് പിന്നെ പോയി വെട്ടാം. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്, നല്ല വെളിച്ചെണ്ണ ഇട്ട് കുളിക്ക്, അപ്പോൾ നിൻ്റെ തലയിൽ താരനെല്ലാം പൊക്കോളും. അതൊന്നും പറ്റില്ല, ഞാനൊന്ന് വെട്ടിയിട്ടേ വരൂ. എടാ, നിനക്ക് നാളെ പോയി വെട്ടാം, അതാവുമ്പോൾ എത്ര നേരം എടുത്താലും പ്രശ്നമില്ല. ഛേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ ഓക്കെ, ഞാൻ വരാം. അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഷോ, അവളുടെ നമ്പർ പോലും വാങ്ങാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അവളെ കാണാനും പറ്റുന്നു വരില്ല. ദാ വരുന്നു ബംഗാളി. വാ ചേട്ടാ, വെട്ടാം, അവൻ എന്നോട് പറഞ്ഞു. വേണ്ട, ഇന്ന് വെട്ടണ്ട, എൻ്റെ ഓണർ വിളിച്ചു, കടയിൽ ആളില്ല, വേഗം ചെല്ലാൻ പറഞ്ഞു. ഞാൻ നാളെ വരാമെന്ന് അവനോട് പറഞ്ഞു. അത് കേട്ട് അവൻ പറഞ്ഞു, ആ ഓക്കെ, നാളെ വാ, നാളെ നോക്കാമെന്ന്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ അവിടെ നിന്ന് മടങ്ങി. എനിക്ക് ഏറെക്കുറെ ഉറപ്പായി അവൾ വീണെന്ന്. പക്ഷേ ഇതുപോലെ ഇനിയൊന്ന് എങ്ങനെ കാണാൻ പറ്റും? ഞാൻ തല പുണ്ണാക്കി ആലോചിച്ചു. നേരെ കടയിലേക്ക് പോയി. അമ്മാവൻ ഒറ്റയ്ക്ക്, കുറേ കസ്റ്റമേഴ്സും ഉണ്ട്. ഞാൻ വേഗം ചെന്ന് ഡ്യൂട്ടിക്ക് കയറി. ഇത് കണ്ട് അമ്മാവന് സന്തോഷമായി. അമ്മാവൻ എന്നോട് പറഞ്ഞു, നീ നാളെ ഉച്ചയ്ക്ക് ശേഷം വരണ്ട, നീ മുടിയൊക്കെ വെട്ടി പറ്റിയാൽ രാത്രി വന്നാൽ മതിയെന്ന്. ഇത് കേട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷേ അപ്പോഴും മനസ്സിനുള്ളിൽ ഒരു വിഷമം കത്തിക്കയറി. നാളെ ചെല്ലുമ്പോൾ അവളെ കാണാൻ പറ്റുമോ? ഇനി അവൾ പുറത്ത് വന്നില്ലെങ്കിലോ? അങ്ങനെ പല ചിന്തയായി എൻ്റെ മനസ്സിൽ. ഡാ, എന്താടാ, നീ മുടിവെട്ടാൻ പോയിട്ട് വെട്ടിയില്ലേ? ഇതാരായി ചോദിക്കുന്നതെന്ന് കരുതി ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. ഓ, ഇവനോ? എൻ്റെ ഇവിടെയുള്ളൊരു കൂട്ടുകാരനാ, പേര് മിഥുൻ. ഇല്ലടാ, ഞാൻ ചെന്നപ്പോഴേക്കും ആ ബംഗാളി ഫുഡ് കഴിക്കായിരുന്നു. ഇവിടെയാണെങ്കിൽ ആളും ഉണ്ടായില്ല. അമ്മാവൻ വിളിച്ചപ്പോൾ ഞാനിങ്ങ് പോന്നു. അതിന് നിനക്ക് വെട്ടാൻ മാത്രം മുടിയായില്ലല്ലോടാ, അവൻ എന്നോട് ചോദിച്ചു. അല്ലടാ, ഒന്ന് ചെറുതാക്കണം, ഭയങ്കര താരന തലയിൽ, ഞാൻ അവനോട് പറഞ്ഞു. നിനക്കും ഉണ്ടോ താരൻ? ഞാൻ കരുതി എനിക്ക് മാത്രം ഉള്ളെന്ന്. എനിക്കും ഭയങ്കര ചൊറിച്ചില. അല്ല, ഞാനും വരാം നിൻ്റെ കൂടെ, നീ വെട്ടാൻ പോകുമ്പോൾ പറയണേ എന്നവൻ എന്നോട് പറഞ്ഞു. അയ്യോ, പെട്ടല്ലോ, ഇവൻ കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല, ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്താടോ ഒന്നും മിണ്ടാത്തേ? അവൻ എന്നെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ആടാ, ഞാൻ വിളിക്കാം, ഞാൻ അവനോട് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി
പല പല പ്രതീക്ഷകളും പ്ലാനുകളും ഞാൻ മനസ്സിൽ നിർമ്മിച്ചു കൂട്ടി. നാളത്തെ ദിവസം എൻ്റേതായിരിക്കണം. അത് ഈ ജന്മത്തിൽ മറക്കാൻ പറ്റാത്ത ഒരനുഭവമായിരിക്കണം. അങ്ങനെ പല ചിന്തകളും കയറിയിറങ്ങി. പക്ഷേ ഇതിനിടയിലും ഉച്ചയ്ക്കുണ്ടായ ആ കാഴ്ച കണ്ണിന് കുളിർമ നൽകിയിരുന്നു. ആർക്കാണ് ഇതിങ്ങനെ എടുത്തു വച്ചിരിക്കുന്നത് എന്ന് കരുതി ഞാൻ അതെല്ലാം ഓർത്ത് ഒന്ന് വീശി വിട്ടു. എൻ്റെ ഉറക്കമില്ലാത്ത നടപ്പ് കണ്ടിട്ട് അമ്മാവൻ ചോദിച്ചു, എന്താടാ നീ ഉറങ്ങുന്നില്ലേ? സാധാരണ ഈ നേരമാകുമ്പോഴേക്കും നീ ഉറങ്ങുന്നതാണല്ലോ. ആ, അത് തല ഭയങ്കര ചൊറിച്ചിൽ, അതുകൊണ്ട് തലയൊന്ന് കഴുകാൻ പോയതായെന്ന് ഞാൻ പറഞ്ഞു. ആണോ? ഇങ്ങനെ ചൊറിഞ്ഞു നടക്കാതെ നാളെ തന്നെ പോയി വെട്ടിയേര്. എന്നിട്ടും കുറവില്ലെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിൽ പോയി വല്ല മരുന്ന് മേടിച്ച് തേച്ച് നോക്ക്, അമ്മാവൻ പറഞ്ഞു. ആ ശരി എന്ന് ഞാൻ പറഞ്ഞു. ഉറക്കം വരാതെ ഞാൻ ഉറങ്ങിയ പോലെ അഭിനയിച്ച് കിടന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ നല്ല കുട്ടപ്പനായി ഒരുങ്ങി. എന്തു വന്നാലും ഇന്ന് ഞാൻ കാര്യം സാധിച്ചിരിക്കും എന്ന ഒറ്റ ചിന്തയെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്താടാ, ഇന്ന് നിൻ്റെ ബർത്ത്ഡേ വല്ലതുമാണോ? എൻ്റെ ഒരുക്കം കണ്ടതും അമ്മാവൻ ചോദിച്ചു. ഏയ് അല്ലല്ലോ, എന്തു പറ്റി അങ്ങനെ ചോദിക്കാൻ? ഞാൻ അമ്മാവനോട് ചോദിച്ചു. അല്ല, നിൻ്റെ ഒരുക്കം കണ്ട് ചോദിച്ചതാ. എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ, അമ്മാവൻ പറഞ്ഞു. ഏയ് എന്ത് ചുറ്റിക്കളി? ഞാനൊരു പുതിയ ഷർട്ട് ഇട്ടു എന്ന് വെച്ച് അത് ചുറ്റിക്കളിയാവുമോ? ചുറ്റിക്കളി മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഇത് കൂടെ ഒരു കളലക്ഷണവും ഉണ്ടല്ലോ നിനക്ക്, അമ്മാവൻ വീണ്ടും പറഞ്ഞു. ഒന്ന് പോ അമ്മാവ, ഓരോന്നും പറഞ്ഞുണ്ടാക്കല്ലേ, ഞാൻ അമ്മാവനോട് പറഞ്ഞു. എന്തായാലും വല്ല ഇടപെടത്തിലൊന്നും പോയി ചാടണ്ട, അതും പറഞ്ഞ് അമ്മാവൻ കടയിലേക്ക് നടന്നു. പിറകെ ഞാനും. അങ്ങനെ സമയം ഉച്ചയായി. ഞാൻ അമ്മാവനോട് ചോദിച്ചു, ഞാൻ മുടി വെട്ടാൻ പോട്ടെ എന്ന്. ആ പൊക്കോ, പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോക്കോ, ചിലപ്പോൾ അവിടെ തിരക്കുണ്ടെങ്കിൽ പട്ടിണിയാകും, അമ്മാവൻ പറഞ്ഞു. ഞാൻ പിന്നെ അധിക നേരം അവിടെ നിന്നില്ല. വേഗം കടയിൽ നിന്നും ഇറങ്ങി. പിന്നെ ആ കുരുപ്പ് കണ്ടാൽ അതും തീരും. ഞാൻ ഫുഡ് കഴിച്ച് നേരെ ബാർബർ ഷോപ്പിലേക്ക് ഓടി. ഉച്ച സമയമായതുകൊണ്ട് അധികം ആരും പുറത്തില്ല. നേരെ ബാർബർ ഷോപ്പിൻ്റെ അടുത്തെത്തിയ ഞാൻ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ഷോപ്പ് അടച്ചിരിക്കുന്നു. ഇതിപ്പോൾ എന്താ സംഭവം? ഇന്നലെ ഈ ടൈമിൽ ഓപ്പൺ ആയിരുന്നല്ലോ, ഇതിപ്പോൾ എന്തു പറ്റി? ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് തിരിഞ്ഞു. ഏകദേശം ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും ദാ വരുന്നു ബംഗാളി. ഞാൻ നേരെ അവൻ്റെ പിറകിലേക്ക് നോക്കി. ഇനിയെങ്ങാനും അവളുണ്ടെങ്കിലോ എന്ന് കരുതി. പക്ഷേ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കണ്ട ഉടൻ അവൻ കൈപൊക്കി കാണിച്ച് എന്നെ വിളിച്ചു. വാ, ഞാനൊന്ന് ബാത്റൂമിൽ പോയതായിരുന്നു, അവൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ കടയിൽ കയറി മുടി വെട്ടാൻ തുടങ്ങി. എൻ്റെ മനസ്സിൽ മുഴുവൻ അവളായിരുന്നു. പക്ഷേ എത്ര നേരമായിട്ടും അവളെ കാണുന്നില്ല. ഞാൻ ആകെ സങ്കടത്തോടെ ഇരുന്നു. പെട്ടെന്ന് ആരോ വരുന്ന ശബ്ദം പുറത്തുനിന്ന് കേട്ടു. ഞാൻ വെപ്രാളത്തിൽ തിരിഞ്ഞു നോക്കി. പക്ഷേ അത് അവളല്ലായിരുന്നു, ഒരണ്ണനും അയാളുടെ മകനുമായിരുന്നു. മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞതിന് ബംഗാളി എന്നെ ഒന്ന് തുറിച്ചു നോക്കി. ഞാനതൊന്നും കാര്യമാക്കാൻ നിന്നില്ല. എൻ്റെ ലക്ഷ്യം മറ്റൊന്നല്ലേ. എൻ്റെ കാത്തിരിപ്പിന് വിരാമം അറിയിച്ചുകൊണ്ട് ദാ വരുന്നു അവൾ. നേരെ വന്നെന്ന് അവൾ കണ്ണാടിയിലൊക്കെ ഒന്ന് കണ്ണോടിച്ചു. അവസാനം അവളുടെ കണ്ണെത്തിയത് എൻ്റെ കണ്ണിലേക്ക്. എന്നെ കണ്ടതും അവളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു. എന്തിനാ നീ ഇപ്പോൾ വന്നത്? ബംഗാളി അവളോട് ചോദിച്ചു. ആ ചോദ്യം കേട്ട് അവളൊന്ന് പകച്ചു. അത് ഞാൻ എൻ്റെ ചാർജർ ഇവിടെ ഉണ്ടെന്ന് നോക്കാൻ വന്നതാ. അതെങ്ങനെയാ നിൻ്റെ ചാർജർ ഇവിടെ വരുന്നേ? അവിടെ തന്നെ ഉണ്ടാവും, അവൻ അവളോട് പറഞ്ഞു. ഇല്ല, അവിടെ കാണുന്നില്ല, അതാ ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കിയത്, അവൾ അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഇല്ല, ഞാൻ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, അവിടെങ്ങാനും കാണും, പോയി നോക്ക്, അവൻ അവളോട് പറഞ്ഞു. ഈ സമയം ഒരലസത ഭാവത്തിൽ അവൾ അവിടെ നിന്ന് തിരിഞ്ഞു. അവസാനം കടയിൽ നിന്നും ഇറങ്ങുമ്പോൾ എന്നെയൊന്ന് നോക്കി. എന്നിട്ടവൾ അവിടെ നിന്ന് പോയി.
ഇത് കണ്ട എനിക്ക് ആകെ ഇരിക്കപ്പുറതി ഇല്ലാതെയായി. ഇവനാണെങ്കിൽ വെട്ടിയിട്ട് തീരുന്നുമില്ല. അവൾ പോയി കാണുമോ? എന്തായാലും അവൾ ഞാനുണ്ടെന്ന് നോക്കാൻ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുവിധം കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് മതിയെന്ന് പറഞ്ഞു. അവൻ എന്നോട് ചോദിച്ചു സൈഡിൽ വെക്കണ്ടേ എന്ന്. അപ്പോൾ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വെട്ടിത്തീർത്തു. ക്യാഷെല്ലാം കൊടുത്ത് ഞാൻ വേഗം കടയിൽ നിന്നും ഇറങ്ങി. അവൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ഞാൻ നേരെ കടയുടെ ബാക്കിലേക്ക് പോയി. ദാ നിൽക്കുന്നു അവൾ അവിടെ. ആ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി എന്നെയും കാത്ത് നിൽക്കുകയാണെന്ന്. ഞാൻ നേരെ അവളുടെ അടുത്തേക്ക് പോയി. എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഞാൻ അവളോട് ചോദിച്ചു. അവൾ ഒരു മടിയുമില്ലാതെ പറഞ്ഞു, ഞാൻ നിന്നെയും കാത്ത് നിൽക്കുകയാണെന്ന്. ഇത് കേട്ട് ഞാനാകെ ഷോക്കായി. ഞാൻ ചോദിച്ചു കഴിച്ചോ എന്ന്. അവൾ തലയാട്ടി പറഞ്ഞു കഴിച്ചു എന്ന്. കഴിച്ചതിന് ശേഷം ഉറങ്ങുന്ന ശീലമില്ലേ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. ആ അതൊക്കെ ഉണ്ട്. പിന്നെ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നത്. അതുകൊണ്ട് ഞാനിന്ന് ഉറങ്ങിയില്ല. ആ സംസാരത്തിൻ്റെ ആഴം എനിക്ക് മനസ്സിലായി. കൊള്ളിക്കുന്നിടത്ത് കൊള്ളിച്ചാണ് അവളത് പറഞ്ഞത്. ഞാൻ അറിയാത്ത പോലെ ചോദിച്ചു, അതെന്താ അവൻ വരില്ലേ ഉച്ചക്ക്? ആര്? അവനോ? വേറുള്ള സമയം പോലും മര്യാദക്കില്ല. എന്നിട്ടാ ഉച്ചയ്ക്ക് ഫുൾ ടൈം കടയില. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഈ അവസരത്തിൽ ഞാനൊന്ന് കയറി ഗോളടിച്ച് നോക്കി. അല്ല, ഉച്ചയ്ക്ക് കിടക്കാൻ ഇപ്പോൾ അവൻ തന്നെ വേണമെന്നുണ്ടോ? എൻ്റെ ചോദ്യം ശരിക്കും അവൾക്ക് കൊണ്ടു. അവൾ ഒരു ചെറു ചിരിയോടെ തലയാട്ടി ഇല്ലെന്ന് കാണിച്ചു. കാര്യത്തിൻ്റെ പോക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും കടയിൽ 2-3 പേരുണ്ട്. അതെല്ലാം വെട്ടിക്കഴിയണമെങ്കിൽ മിനിമം ഒരു 3-4 മണിക്കൂറാകും. ഈ ഒരു അവസരം എനിക്ക് കിട്ടില്ല. ഞാൻ ആ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു. 2 കുട്ടികൾ അതിലൂടെ പോകുന്നുണ്ട്. അല്ലാതെ വേറെ ആരും ആ ഏരിയയിൽ പോലുമില്ല. ഞാൻ അവളുടെ കണ്ണിലേക്കൊന്ന് നോക്കി. അവൾ ആ സമയം എൻ്റെ നീക്കത്തിനായി കാത്തിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ണ് കാണിച്ച് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. ഇത് കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് സ്റ്റെപ്പ് കയറി നടന്നു. ഇടക്ക് തിരിഞ്ഞു നോക്കി എന്നെ തലയാട്ടി വിളിച്ചു. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല. ഞാനും പിറകെ പോയി ആ സ്റ്റെപ്പ് നടന്നു കയറി. അപ്പുറത്തും ഇപ്പുറത്തുമായി 2 വീടുകൾ. അപ്പുറത്തുള്ളൊരു വീട് അടച്ചിട്ടിരിക്കുന്നു. ലോക്ക കഥകിൽ കാണാൻ പറ്റുന്നുണ്ട്. മുൻപിലുള്ള ഒരു റോഡിലൂടെ ചില വാഹനങ്ങൾ കടന്നു പോകുന്ന ശബ്ദം മാത്രം അങ്ങോട്ടേക്ക് മുഴങ്ങുന്നുണ്ടായിരുന്നു. ആ ചെറിയ ശബ്ദത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ എല്ലാം മറന്ന് ഒന്നിച്ചു. സന്തോഷം മങ്ങിയ അവളുടെ ജീവിതത്തിൽ ഞാനൊരു വെളിച്ചം പോലെ കടന്നു ചെന്നു. ആ സ്നേഹം മനസ്സിലാക്കി അവളെനിക്ക് എല്ലാം നൽകിയതുപോലെ സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് ആ സ്നേഹം ഞങ്ങൾക്കിടയിൽ തുടരാൻ തുടങ്ങി. എനിക്കാകുന്ന വിധം സന്തോഷം ഞാൻ അവൾക്ക് നൽകി. നമ്മൾ എപ്പോഴും എല്ലാവരെയും മനസ്സിലാക്കണം. ആ ബംഗാളിയെ പോലെ ഒരിക്കലും ആകരുത്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.